വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് രാവിലത്തെ ഫുഡും ഉച്ചക്കുള്ള കറികളും ബീഫ് വരട്ടിയതൊക്കെ കൂടെ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ നമ്മൾ ചായയൊക്കെ വെച്ച് അതിലേക്ക് പഞ്ചസാരയും പാകത്തിന് ചായപ്പൊടിയും ഇട്ട് ചായ ഉണ്ടാക്കി ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി പുട്ടാണ് ഇന്നത്തെ ഫുഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് പൊടി വാട്ടിയിട്ടുള്ളൊരു പുട്ടാണ്. അപ്പോൾ അത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ പുട്ടുണ്ടാക്കണത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ പുട്ടും ചായയും പഴം കൂടി കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ ചായ രാവിലെ ഞാനും ഇക്കയും എല്ലാവരും കൂടെ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഇനി ഉച്ചക്കുള്ള ചോറും കറികളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് കുക്കറിലാണ് അരി ഇട്ടിട്ട് ചോറ് വെക്കണത്. അപ്പോൾ അതിനായിട്ട് കുക്കറിൽ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട്. ഒരു 2-3 പ്രാവശ്യമാണ് കഴുകിയെടുക്കുന്നത്. അല്ലെങ്കിൽ നന്നായി കഞ്ഞിപ്പാശമൊക്കെ ഉള്ള അരിയണം. അപ്പോൾ അങ്ങനെ കഴുകിയെടുത്ത് വെള്ളമൊക്കെ കളഞ്ഞ് നല്ല വെള്ളം ഒഴിച്ചിട്ടൊന്ന് സ്റ്റവിൽ വെക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് കുക്കർ മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും ബീഫ് ഉണ്ടാക്കാനായിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ട് ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഐസ് പോകുന്ന വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് വെക്കണം. അതിന് ശേഷം പാത്രം ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ബീഫ് ഇട്ടത്. അപ്പോൾ ചോറൊക്കെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് അരിപ്പ പാത്രത്തിലൊന്ന് ഒഴിച്ചിട്ട് എടുക്കുന്നുണ്ട്. അതിൻ്റെ മീതെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കഞ്ഞിപ്പശമൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടുമല്ലോ. ഇറച്ചിയൊക്കെ ഒന്ന് കഴുകി നന്നായിട്ട് 2-3 പ്രാവശ്യം കഴുകിയിട്ട് ഒന്ന് വാര വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലെ വെള്ളമൊക്കെ പോകാനായിട്ടാണ്. ഇനി തലേദിവസം ഉള്ളിയൊക്കെ നന്നാക്കി വെച്ചതാണ്. ചെറിയ ഉള്ളി എടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. നന്നായി അരക്കരുത്. ഇനി ഇഞ്ചി 3 കഷ്ണം ഇട്ടൊന്ന് ചതച്ചെടുക്കാൻ അതും ഇട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളിയും 3 പച്ചമുളകും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇനി ഒരു ഉരുളി സ്റ്റവിൽ വെച്ച് കൊടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ചൂടായ ശേഷം ചെറിയ ഉള്ളി ചതച്ചത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് അത് ഇട്ടും കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിന് ശേഷം തക്കാളിയാണ്, ചെറിയ 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായി കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്ത് അതും നന്നായി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. വേപ്പിൻ്റെ ഇല പിന്നെ മല്ലിച്ചപ്പ് പുതിനയിലയും ഇട്ട് അതിലേക്ക് ഇട്ട് നന്നായിട്ട് അതും വഴറ്റിയെടുക്കുന്നുണ്ട്. അതിന് ശേഷം അതിലേക്ക് ഉള്ള മസാല റെഡിയാക്കാം. അപ്പോൾ ഇതൊന്ന് ഇറക്കി വെച്ച് വേറെ സ്റ്റവിൻ്റെ മേലെ വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായ ശേഷം 3.5 കയ്യിൽ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ ശേഷം ഒരു ചെറിയ ടീസ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എരിവിനനുസരിച്ച് മുളകും പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അതിൻ്റെ ശേഷം ചൂടാക്കി വെച്ച മസാല വഴറ്റി വെച്ചതിൽ ഇട്ട് കൊടുക്കാം. അതിൻ്റെ ശേഷം ആ മസാല അതിൽ ഒന്ന് വഴറ്റി നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നന്നായിട്ടൊക്കെ വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടെ. അതിൻ്റെ ശേഷം ഇറച്ചി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇറച്ചി നന്നായിട്ടൊന്ന് എല്ലാം കൂടെ നന്നായി മസാല പിടിക്കുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം അതിലേക്ക് കുറച്ച് ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 3/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. എന്താ വെച്ചാൽ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇറച്ചി നമ്മൾ വേവിച്ചെടുത്താൽ അതിൽ വെള്ളം നന്നായിട്ട് ഇറങ്ങും. അപ്പോൾ അതുകൊണ്ടാണ്. ഇനി കുക്കറിൽ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മൂടി കൊടുത്ത ശേഷം 3 വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും ഉച്ചക്കുള്ളൊരു സബ്ജി ഉണ്ടാക്കാനായിട്ടാണ്. ഇനി ഒരു ചട്ടി സ്റ്റവിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായ ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടിയ ശേഷം വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്ത് ഒരു 4 അല്ലി വെളുത്തുള്ളി നീളത്തിൽ മുറിച്ചത് അത് ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. അതിന് ശേഷം ഒരു സബോള കട്ട് ചെയ്തത് അതും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായി വഴറ്റിയ ശേഷം അതിലേക്ക് ഒരു ഉണക്കമുളക് കഷ്ണമാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളകും നീളത്തിൽ മുറിച്ച് അത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിന് ശേഷം ഒരു നുള്ളും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച വെണ്ടക്കായാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായി വഴറ്റിയ ശേഷം കുമ്പളങ്ങയും
വെള്ളരിക്കയും കട്ട് ചെയ്തതാണ്, അതും ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പിട്ട് നന്നായി മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. കുക്കറൊക്കെ 3 വിസിലടിച്ചൊന്ന് ഓഫാക്കിയിടാം. ചട്ടിയിലുള്ള വെജിറ്റബിൾസ് ഒന്ന് ഇളക്കിയിട്ട് ഒന്നും കൂടെ ഒന്ന് മൂടി വെച്ച് ഇതാ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു വേറെ ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കടുകിട്ട് വേപ്പിൻ്റെ ഇലയും ചെറിയ ഉള്ളിയും ഇട്ട് വഴറ്റിയ ശേഷം പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും വഴറ്റിയ ശേഷം കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി വഴറ്റിയ ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുത്ത ശേഷം അതിലേക്ക് വെണ്ടക്കായ ചെറുതായി കട്ട് ചെയ്തതാണ്, അതും ഇട്ട് കൊടുത്ത് മൂടി വെച്ച് വേവിച്ചെടുത്ത ശേഷം തൈരാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ തീ കുറച്ചിട്ട് വേണം ഒഴിച്ച് കൊടുക്കാൻ, ഇല്ലെങ്കിൽ അത് പിരിഞ്ഞ് പോകും. അപ്പോൾ ആ കറിയും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് ഇറക്കി വെക്കാം. ഈ കുക്കറിൽ തിരച്ചൊക്കെ വെന്ത് ഉരുളിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വെള്ളം വറ്റിച്ചെടുക്കാം. അപ്പോൾ നന്നായി വെള്ളം വറ്റിയ ശേഷം കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മീതെ ഒഴിച്ച് കൊടുത്ത് വീണ്ടും നന്നായി വെള്ളം വറ്റിച്ച ശേഷം അതിലേക്ക് മല്ലിച്ചപ്പും പുതിനയിലും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇറച്ചി നീക്കിയിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ വീണ്ടും ഒഴിച്ച് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായി വറ്റി കിട്ടിയിട്ടുണ്ട്. ഈ വീഡിയോ ഇന്നലെ എടുത്തിട്ടുള്ളതാണ്, ഇന്നലെ ഇടാൻ പറ്റിയിട്ടില്ല. ഇനി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ നന്നായി ചൂടായ ശേഷം അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായി തന്നെ മൂത്ത് കിട്ടണം. അതിന് ശേഷം അതിലേക്ക് വേപ്പിൻ്റെ ഇലയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്ത് കുറച്ച് പുതിനയിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം കുരുമുളക് പൊടി ഇട്ട ശേഷം നന്നായി നന്നായി മൂത്ത ശേഷം കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല രുചിയാണ്, കൊടുത്താക്കാൻ പറ്റുന്നൊക്കെ ഒരു ബീഫാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് വരാം.